ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നനച്ചൊല്ലിൻ്റെ 4ാം പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിട്ടേ ഉള്ളൂ. മക്കൾ സ്കൂളിൽ പോയി, ഇക്ക പണിക്ക് പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ നമ്മളെ റൂമിലത്തെ അൽമാരയാണ് കേട്ടോ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ശരിയാക്കാനൊന്നും ഇല്ല, എന്നാലും ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് നല്ലപോലെ ഒന്നും കൂടി മടക്കി റെഡിയാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഡ്രസ്സ് നമ്മുടെ റൂമുകൾ ക്ലീൻ ആക്കിയപ്പോൾ ഷെൽഫുകളൊന്നും നേരാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇതിന് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മതിയല്ലോ, മറ്റുള്ള പണികൾക്കൊക്കെ ഇക്കയും ഷിബിലിമോനും കൂടെ വേണ്ടത്. അപ്പോൾ പിന്നെ ഇത് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കഴിയുന്നവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഷെൽഫ് ഞാനും ഇക്കയും കൂടി കിടക്കുന്ന റൂമിലത്തെ ഷെൽഫാണ് കേട്ടോ. പിന്നെ ഞാൻ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഡ്രസ്സൊക്കെ നല്ലപോലെ ഒതുക്കി മടക്കി വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഡ്രസ്സുകളൊക്കെ അതിൻ്റേതായ മട്ടത്തിൽ ഒതുക്കി വെച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു അറണ്ട് നമ്മൾ ഫിനിമോളുടെ ഉടുമ ഇടുന്നതും വളി അങ്ങനത്തെ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ ഇത് ക്ലീൻ ആക്കിയത് കോണിക്കോടിൻ്റെ താഴെയുള്ള ഷെൽഫുകളാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നിൽ ചെരുപ്പുകൾ വെക്കുന്നുണ്ട്, ഒന്നിൽ പിന്നെ ഇൻവേർട്ടറാണ്, ഒന്നിൽ പിന്നെ നമ്മൾ ഫിനിമോളുടെ കളിക്കോപ്പുകളൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. കളിക്കോപ്പുകൾ വെക്കാനായിട്ട് അവൾക്ക് ഒരു സ്ഥലം കൊടുത്തേക്കട്ടോ. അവൾ കളിക്കും, അവളുടെ സാധനങ്ങൾ എടുത്തിട്ട് അവൾ അവിടെ തന്നെ കൊണ്ടുവെക്കും കേട്ടോ. അങ്ങനെ അതിനായിട്ട് ഞാൻ അവൾക്കൊരു അറ കൊടുത്തേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ചെരുപ്പുകളൊക്കെ വെക്കണ അറ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. അതിനുശേഷം ചെരുപ്പുകളൊക്കെ അതിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഫിനിമോളുടെ കളിക്കോപ്പുകളൊക്കെ ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അത് ശരിയാക്കി എടുക്കുകയാണ്. അത് ഞാൻ ഇതുവരെ പെട്ടിയിലായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ ഈ കോണിക്കൂടിൻ്റെ താഴെ ആയതുകൊണ്ട് അതിൽ ഹെയർ ശരിക്കും കടക്കാഞ്ഞിട്ടായിരിക്കും കേട്ടോ. അതിങ്ങനെ പെട്ടിയിലായതുകൊണ്ട് പുതില് വരികയാണ് കേട്ടോ. അങ്ങനെ പെട്ടിയൊക്കെ ഇങ്ങനെ നനഞ്ഞ് വരിക കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു തൊട്ടിപ്പാത്രം എടുത്തിട്ട് അതിൽ അവളുടെ കളിക്കോപ്പ് ഒക്കെ ആക്കിയിട്ട് അതിൽ വെച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ വർക്ക് ഏരിയയിൽ ചെറിയൊരു ഷെൽഫ് ഉണ്ട് കേട്ടോ. അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ആദ്യത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. ഇതിൽ ഈ കാണുന്ന മൂടിയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഷിബിലിമോൻക്ക് ഗിഫ്റ്റ് കിട്ടിയ തന്നെയാണ് കേട്ടോ മദ്രസയിൽ നിന്ന്. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. എന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പണികളൊക്കെ തുടങ്ങുന്നത്. കാരണം അടുക്കള പണികളും പിന്നെ അലക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിന് നിൽക്കുന്നത്. ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിയുന്നിടത്തോളം കഴിയും, എത്തുന്നിടത്തോളം എത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ തുടങ്ങി. എങ്ങനെയായാലും 7 മണിയാവട്ടെ നിർത്തുമ്പോഴേ. ഈ ഷെൽഫിലൊന്നും ഒന്നും ഒഴിവാക്കാനില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ ഒഴിവാക്കാട്ടോ. ഞാൻ എന്ത് സാധനമായാലും എടുത്ത് വെക്കാറില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒക്കെ റെഡിയാക്കി എടുത്തു. ഈ അവസ്ഥയിൽ തന്നെ ആയി. പിന്നെ ഈ അടുക്കളയിൽ തന്നെയുള്ള താഴെയുള്ള ഷെൽഫൊന്ന് നേരാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള തയ്യാറെടുപ്പിലായിട്ടാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെ ഞാൻ മാസം മാസം നേരാക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പൊടി തൊട്ടി ഒന്ന് തുടച്ചെടുക്കാനായിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീടിന് സ്റ്റോർ റൂം ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റോർ റൂമായിട്ട് വരുന്നത് ഇതാണ് കേട്ടോ. സ്റ്റോർ റൂം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബേക്കറി കുപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ മടക്കുണ്ടായിരുന്നു കേട്ടോ, 2 മടക്ക് ഒക്കെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നോമ്പല്ലേ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബേക്കറി ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചു ബേക്കറി ഒന്നും കൊടുന്നൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഉള്ളത് ഒരു ഇത്തിരി ഉണ്ട്, അത് മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഷെൽഫിലത്തെ കുപ്പികളൊക്കെ എടുത്ത് തുടച്ചു. പിന്നെ അതിൻ്റെ ഉള്ളും തന്നെ തുടച്ച് ഒക്കെ വൃത്തിയാക്കിയിട്ടാണ്. എന്നിട്ട് ഷീറ്റ് വിരിച്ചതിന് ശേഷമാണ് കേട്ടോ കുപ്പികളൊക്കെ വീണ്ടും അതിലേക്ക് എടുത്ത് വെക്കുന്നത്. എല്ലാം ചെയ്യേണ്ടെന്ന് വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈം പോവാണ് കേട്ടോ. നല്ലോണം റിസ്ക് ഉണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് ഒറ്റക്കാകുമ്പോൾ. അതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മൊത്തം ഒന്ന് അടിച്ചു വാരിയിട്ടാണ് ഇന്നത്തെ അത്ര മതിയെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും 4 മണി ആയതുകൊണ്ടാട്ടോ ഞാൻ നിർത്തിയത്. മക്കൾ സ്കൂളിൽ നിന്ന് വരാറായില്ലെന്ന് വിചാരിച്ചിട്ടാട്ടോ നിർത്തിയത്. പിന്നെ അവർ വന്നു. ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ നിൽക്കുന്നതാണ് കേട്ടോ അവർ. നമ്മുടെ ഫിലിമുകൾ ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ, നനച്ച് കുളിക്കുമ്പോൾ എൻ്റെ പാവക്കുട്ടീനെയും കഴുകണം എന്നുള്ളത്. അങ്ങനെ അവളുടെ പാവക്കുട്ടീനൊക്കെ ഞാൻ ആദ്യം തന്നെ സർഫിലിട്ട് വെച്ചിരുന്നു കേട്ടോ.
അങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. മെഷീനിലേക്ക് ഇടാൻ സമയത്താണ് കേട്ടോ കണ്ടത് അതിൻ്റെ കാൽമ അവളൊരു ഫാൻസിൻ്റെ ഒരു പഴയ ഒരു പാവസാരം ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് അപ്പോഴാണ് കണ്ടത്. അതൊന്ന് ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊന്ന് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. ഞാൻ ഓർമ്മയില്ലാണ്ട് സർപ്പിലിട്ട് വെച്ചും ചെയ്യുന്ന സമയം ഒരുപാടായും ചെയ്ത് ഇനിയിപ്പോൾ വെയിലുണ്ടാവും ഉണങ്ങുമോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ മെഷീനിലില്ല അതങ്ങനെ ഉണങ്ങിക്കോളും എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതേ നമ്മൾ ഷിബിലി മോന് നമ്മളെ മുറ്റത്തുള്ള മാറ്റുണ്ടല്ലോ അത് കഴുകട്ടെ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ടൈമില്ല, ഏകദേശം 5:30 ആയിട്ടുണ്ട്. അവർ ചായയുടെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ അവന് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ എന്നാൽ ചെയ്തോന്നും പറഞ്ഞുകൊണ്ട് അവനത് ആ മാറ്റ് ബാത്റൂമിൽ ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ പിന്നെ ഞാനും കൂടി. നനച്ചോളിക്കൊക്കെ ഒരു സംഖ്യ വെള്ളമാണല്ലേ. വെള്ളം ഉണ്ടായാലേ ഈ വക പരിപാടികളൊക്കെ നടക്കുള്ളൂ. നമ്മുടെ കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ എല്ലാ വർഷവും, അൽഹംദുലില്ലാ. എന്നാലും കുഴപ്പമില്ല, ഈ വർഷം കുറച്ച് കുറവായിട്ട് കാണുന്നുണ്ട്. അല്ല അങ്ങനെ മേറ്റ് ഞങ്ങൾ കഴുകുമ്പോൾ ഞങ്ങൾ ഫിനിമോൾക്ക് കൊടുത്ത പണിയാണ് ഇട്ടത്. ഇതൊക്കെ അവൾ മുടിമുട്ടുന്ന റിബണാണ്. അത് അവൾ തന്നെ കണ്ടപ്പോൾ പറഞ്ഞ് ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞു. അവൾ അതിമത് കണ്ട് കൂടിയിട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മൾ പാവക്കുട്ടികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിരുന്നില്ലേ, അതൊക്കെ നല്ല ക്ലീനായി. അപ്പോഴേ നമ്മൾ ശിവലിമോൻ പറയുകയാണ് എന്നോട് നല്ല കനമുണ്ട് എന്ന് പറയട്ടോ. കാരണം അതൊക്കെ ഇങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ നിൽക്കല്ലേ. പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അതെ ഓരോന്ന് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കാനിട്ടു. പിന്നെ ഇതിൽ ഇടയ്ക്ക് ഓരോന്നൊക്കെ നമ്മൾ ഫിനിമോൾ എടുത്ത് കഴുകൂട്ടാ. കാരണം ഞാനൊന്ന് കുളിപ്പിക്കട്ടെ എന്നറിയാം. അപ്പോൾ അവൾ കുളിപ്പിക്കലുണ്ടിട്ടാ ചില സമയത്തൊക്കെ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നനച്ചുള്ളിപ്പണി കഴിഞ്ഞാന്നുള്ളതൊക്കെ അറിയിക്കണേ. അപ്പോഴേക്കും നമ്മൾ ഫിലിമോളെ റിബണൊക്കെ കഴുകിയിരുന്നില്ലേ, അതൊക്കെ ഒന്ന് ഞാൻ ഉണക്കാൻ വേണ്ടിയിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്നോട് 2-3 പേര് ചോദിച്ചു കേട്ടോ, റംസാൻക്ക് വ്ളോഗ് ഉണ്ടാവില്ല എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ റംസാൻക്ക് വ്ളോഗ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റംസാൻക്ക് വ്ളോഗ് ഉണ്ടാകും, ഇതുപോലെ ഡെയിലി ഉണ്ടാവില്ല കേട്ടോ. കാരണം നമുക്കൊരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വേണം കേട്ടോ. പിന്നെ അതിൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ടൈം വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്നതും പിന്നെ നിസ്കരിക്കുന്നതും ഒക്കെ ടൈം പോവല്ലേ. റമദാൻ മാസത്തിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ റമദാൻ മാസത്തിനെ കാണണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇതേ നമ്മൾ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞു. ഇത് സമയം ഇപ്പോൾ 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ക്ലീനാക്കിയിട്ട് ഇത് ഉണക്കാൻ വേണ്ടി വെച്ചതാണേ. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.